കടലായി ശ്രീകൃഷ്ണൻ്റെ തൃച്ചരണങ്ങളിൽ ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 49ാമത്തെ അധ്യായം. അക്രൂരൻ ഹസ്തിനപുരത്ത് പോകുന്നതും ധൃതരാഷ്ട്രയെ കണ്ട് സംസാരിച്ച് വിവരങ്ങളൊക്കെ തിരക്കി വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നതുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത് ഈ ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധത്തിലെ സമർപ്പണ അധ്യായമാണ്. അടുത്തത് 50ാം അധ്യായം മുതൽ ദശമസ്കന്ധം ഉത്തരാർത്ഥമാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകം. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്മി മയാ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തു തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ശ്രീമദ് മഹാഭാഗവത ബന്ധന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതോന്നയാദിതരദശാത്മേഷവിജ്ഞസ് തേനേ ബ്രഹ്മഹൃദായാദി കവയേ മുഹ്യന്തി യസ്സൂരയാ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സേന സദാ നിരസ്തമുഖം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിത കൈതഗോത്ര പരമോ നിർമ്മലാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധേത്ര പൃഥിവി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദം ദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഘോര ശിവാഹു വിഭാവുക. നാരായണ